ഹലോ, ഇന്ന് സൂര്യൻ അധികമായിട്ട് നമ്മളുടെ കൂടെ വന്ന ദിവസമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ജർമ്മനിയിൽ വന്നിട്ട് ഒരു പകൽ സൂര്യനോട് കൂടെ വെളിച്ചത്തോടു കൂടെ പുറത്തിറങ്ങുന്നത്. അതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്ത് കാണാനുണ്ട് കേട്ടോ. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ ഇങ്ങനെ പകൽ ഒന്നും കണ്ടിട്ടില്ല പുറത്ത്. രാത്രിയിൽ പുറത്തു പോയാലും ഒന്നും തന്നെ കാണാനോ ഷൂട്ട് ചെയ്യാനോ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ വന്നെത്തിയിരിക്കുന്ന വലിയൊരു കായലിലാണ്. ഞാൻ നമ്മുടെ അഷ്ടമുടി കായലും ഭാരതപ്പുഴയൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴോ വലിയ കായലാണ് കേട്ടോ. പണ്ട് ഇവിടെ ബോട്ടിങ്ങും സ്വിമ്മിങ്ങും ഒക്കെ ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഇതിൻ്റെ അവസ്ഥ മറ്റൊന്നാണ്. ഇതാ നോക്കിയേ, മുഴുവൻ ഐസ് കട്ട പിടിച്ച് കിടക്കുകയാണ്. നമുക്കൊന്ന് കുത്തി നോക്കിയാൽ അതിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടാവും. പക്ഷേ ഇത് കണ്ടില്ലേ, ഒഴുകാത്ത വെള്ളം കിടക്കണ കണ്ടില്ലേ, ഒരനക്കവും ഇല്ല. ഇതാ ഞാൻ കുത്തി നോക്കിയപ്പോൾ ഇതാ നോക്കി, കുറേ ആൾക്കാർ, കുറേ കുട്ടികളും ഫാമിലീസും ഒക്കെ ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രം കാണാനല്ല, അവിടെ ഒരു വാക്കിംഗ് ഏരിയ ആണ്. അതായത് വൈകുന്നേരം നമ്മളൊക്കെ നടക്കാനൊക്കെ ഇറങ്ങൂലേ, അതുപോലെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് ഞാനൊരു സൗണ്ട് കേട്ടത്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇത് കാണാനായിട്ട്. ഇതാ ഒരു സൈഡിൽ ലേക്ക് ഐസ് കട്ട പിടിച്ച് കിടക്കുമ്പോൾ മറു സൈഡിൽ ഒഴുകുന്ന വെള്ളത്തിന് ഒരു പ്രശ്നമില്ല കേട്ടോ. പക്ഷേ ഐസും വെള്ളമാണ്, അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇതാ നോക്കിയേ, ഇത് ഒഴുകുന്നത് കൊണ്ടാണ് കേട്ടോ ഐസും കട്ട പിടിക്കാത്തത്. അങ്ങനെ ഞാൻ വീണ്ടും അവിടുന്ന് നടന്നു. ഇതാ ഇന്ന് സൂര്യനെ കണ്ടില്ലേ, ഇപ്പം 4:30-5 മണിയായിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും സൂര്യൻ നമ്മളോട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. സോ എല്ലാ സൈഡിലും ചെല്ലുക, ഐസ് കട്ട കുത്തി പൊട്ടിക്കുക, വെള്ളം അടിയിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതായിരുന്നു ഇന്നത്തെ പണി. ഇതാ നോക്കിയേ, വെള്ളം കണ്ടില്ലേ. വീണ്ടും നടന്നു. അങ്ങനെ വേറൊരു ലേക്കിൻ്റെ സൈഡിലേക്ക് ചെല്ലാണ് കേട്ടോ. കുറച്ചും മാറിയിട്ടായിരുന്നു കേട്ടോ ഈ സ്ഥലം. പക്ഷെ കണ്ടില്ലേ, നമ്മുടെ നാട് പോലില്ലേ, നമ്മുടെ കേരളം പോലെ തന്നെ ഉണ്ട്. പക്ഷെ നെല്ലിൻ്റെ വയലും കാര്യങ്ങളൊന്നും അല്ല, വേറെ എന്തൊക്കെയോ പിള്ളേർക്ക് കളിക്കാനും അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്നാൽ ഇവിടെ വന്നപ്പോഴും ഞാനൊരു പാലം കണ്ടു. ആ പാലത്തിൻ്റെ മുകളിൽ നോക്കിയപ്പോഴും നല്ല കളകളാനാദം കേൾക്കുന്നുണ്ടായിരുന്നു. എന്താ നോക്കിയേ, ഒരു അരുവി കണ്ടോ. പണ്ടിത് ഒരുപാട് ഓവർഫ്ലോ ചെയ്തിട്ടുള്ളൊരു പുഴയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ വെള്ളമൊക്കെ കുറവാണ്. എന്താ നോക്കി, നല്ല ഭംഗിയുണ്ട് വെള്ളം ഒഴുകി വരുന്നത്. ഇത് ഒഴുകുന്നത് കൊണ്ടാണ് ഐസാവാത്തത് കേട്ടോ. അല്ലെങ്കിൽ ഇതും നമ്മൾ കണ്ട പോലെ ഐസായി കിടക്കേണ്ടതാണ്. പക്ഷേ ഇത് നല്ല ഒഴുക്കുള്ളത് കൊണ്ടാണ് ഐസാവാൻ പറ്റാത്തത്. ഞാൻ എന്താ പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞാൻ വിചാരിച്ചു ഒരു സാരിയോ സെറ്റ് സാരിയോ വല്ല ആയിരുന്നെങ്കിൽ നല്ല മലയാള തനിമയുള്ള ഒരു പിക്കൊക്കെ ഇവിടുന്ന് എടുക്കായിരുന്നു എന്ന് വിചാരിച്ചു. അത്രയ്ക്ക് ഭംഗിയുണ്ട് കാണാനായിട്ട്. കറക്റ്റ് നമ്മുടെ നാട് പോലെ തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.